കണ്ടില്ലേ ആ പണിക്കാരൻ എവിടെ പോയി കിടക്കുക? നിന്നോട് അപ്പോഴേ ഞാൻ പറഞ്ഞില്ല ഇന്ന് കുളിപ്പിക്കേണ്ടത്. കുഴിച്ചു പോയില്ലേ? നീ പോടാണ്. ഓ ചെറുക്കന് പ്രായമുണ്ടല്ലോ അളിയ. ഇതന്നെ പെണ്ണുങ്ങളാരും ഇല്ലല്ലോ. നീ നോക്കിയിട്ട് അതേ കണ്ടുള്ള കുഴപ്പം. നല്ല മുഖശ്രീ. കൊള്ളാവുന്നൊരു ദിവസമായിട്ട് എന്റെ വായിന്നൊന്നും കേൾക്കണ്ട, ഞാൻ പറഞ്ഞേക്കാം. നമസ്കാരം. 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 മിറ്റമൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ സാധിച്ചില്ല. മുയലോ ചാർലി? ഓ പടാ ഇങ്ങോട്ട് അകത്തേക്ക് കയറാം. ഓ എന്താ? ഓ പോടി. അങ്ങോട്ട് ഇരിക്കാം. ഞാൻ ജെയിംസ് കുട്ടി, ചാർലിയുടെ ചേട്ടനാണ്. ചേട്ടനും അനിയനും പോയാൽ എന്താ? രണ്ടുപേരും കണ്ടാലേ ആനയും അമ്പഴങ്ങയും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. അയ്യോ ചേട്ടത്തിയേ, ചുരം കയറി വന്നതാ. എല്ലാവർക്കും ദാഹമുണ്ട്. അല്ല, ഈ ചെറുക്കൻകൂട്ടിൽ വരുമ്പോ പെണ്ണുങ്ങൾ ആരെങ്കിലും കൂടെ കാണണ്ടല്ലേ? പെണ്ണുങ്ങളെന്ന് പറയാൻ ആകെ കൂടെ ഉള്ളത് എന്റെ വൈഫാ. എവരെല്ലാം അങ്ങ് അമേരിക്കയിലല്ലായിരുന്നോ? നമ്മുടെ നാട്ടു നടപ്പും ചടങ്ങും ഒന്നും അവിടെ ഇല്ല. അവിടെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് കമ്പ്യൂട്ടറാ. അതാരാ? അല്ല, അത് ഞാനും കണ്ടിട്ടില്ല, കേട്ടിട്ടേ ഉള്ളൂ. അപ്പൊ ഇട്ടിച്ചായോ, നമുക്ക് കൊച്ചിനെ വിളിക്കാലോ അല്ലേ? ഭയങ്കര ഉഷ്ണം. ഏതായാലും നീ അവളെ ഒന്ന് വിളി. അതെ, ഇപ്പൊ വിളിക്കാം. അല്ല മാറിക്ക. ഈ മുളന്തുരുത്തേ ജുവല്ലേഴ്സ് എന്നൊക്കെ പത്രത്തിൽ കാണാറുണ്ട്. അവരുമായിട്ട് എങ്ങനെയാ? ഞങ്ങളൊക്കെ അല്ല, അതെ, മുളന്തുരുത്തേലല്ല, മുളന്തുരുത്തി ജുവല്ലേഴ്സ്. കൊടുക്കുമോളെ? അയ്യോ അമ്മച്ചി, പേടിക്കാതെ മോളെ. എന്താ മോളെ, പേടിക്കാതെ കൊടുക്കുമോ? പേടിക്കാതെ കൊടുക്കുമോളി. മോളെ, മോളി മോളു വിളിക്ക് പെങ്ങളെ, മോളിയെ. നിനക്ക് ചെറുക്കന് ഇഷ്ടമില്ലെങ്കിൽ വേണ്ട മോളെ. നീ എന്തിനാ കരയണേ? നിന്നെ വല്ലതും നിർബന്ധിച്ചോ? ഇതെന്തൊരു പെണ്ണാണ് ഇത്? എന്തൊരു ചെറുക്കനാടിയത്? നാത്തൊന്ന് ചുമ്മാ ഇരി. കല്യാണം ആലോചിക്കുമ്പോ ആദ്യം നോക്കേണ്ടത് കാഴ്ചക്കുള്ള പൊരുത്ത. അറിയാമോ എനിക്ക്? ചരട് പോലുള്ള എന്റെ പെണ്ണിനെ കൊണ്ടുവന്നാണോ ഈ പൊണ്ണത്തടിയനെ? ചേടാ, അച്ഛന് പറഞ്ഞ ചെറുക്കനെ കൊണ്ടുവരാൻ നോക്കൂ. അവൈലബിലിറ്റി ഇൻ ദ മാർക്കറ്റ്, അതല്ലേ കൊണ്ടുവരാൻ പറ്റൂ. താൻ എന്റെ മോളമ്മയെ കണ്ടതല്ലേ? ഞാൻ മാത്രം കണ്ടാ മതിയോ? ചെറുക്കനും കൂടി കാണണ്ടായോ? മുട്ടിന് തൊടിയായി പറഞ്ഞാലുണ്ടല്ലോ, അടിച്ചിട്ട് മുട്ടുകാലിയാണ് ഓടിക്കും. ചേട്ടാ, ഞാൻ അപ്പഴേ പറഞ്ഞില്ലായിരുന്നോ ചെറുക്കൻ ജിമ്മിൽ പോയിട്ടുണ്ട്, നല്ല ആരോഗ്യവാനാണെന്ന്? ആരോഗ്യം എന്ന് പറഞ്ഞാൽ പൊരിച്ചാക്കാണോടാ? അതെ, ഞങ്ങളെ ഇങ്ങോട്ട് വരുത്തേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? ഫോട്ടോ നേരത്തെ കൊടുത്തയച്ചതല്ലേ? കണ്ടു. മോന്ത മാത്രമുള്ള ഒരു ഫോട്ടോ കൊടുത്തയച്ചത്. മോന്ത മാത്രം? ആ, ഫുൾ സ്കാർഫ് സൈസിലുള്ള ഫോട്ടോ അല്ലേടോ തന്നെ തന്നയച്ചത്? അത് ഡയറി കൊള്ളാത്തോണ്ട് കട്ട് ചെയ്ത് തലയും ഉടലും വേറെയാക്കി. എന്നിട്ട് ബാക്കി എവിടെ? ഞാൻ തിന്നിട്ടൊന്നുമില്ല, സൂക്ഷിച്ചു വെച്ചിരിക്കുക.
ആവശ്യപ്പെട്ട കൊടുക്കാൻ. ദാ, കണ്ടോ ഇപ്പൊ മനസ്സിലായല്ലോ. എന്നിട്ട് ടീച്ചർ എന്നോട് നിർബന്ധമായും ചോദിച്ചോ ഹോട്ടൽ എവിടെയാണെന്ന് ചോദിച്ചോ? കുട്ടിച്ചൻ, നീ എന്നെ വിളിച്ച് വരുത്തി കളിയാക്കി അല്ലടാ. ആരാടാ എനിക്ക് പേരിട്ട് കുട്ടിച്ചൻ? പിതാവേ, എന്റെ പൊന്ന് പിതാവേ, അങ്ങ് അവന് ഈ പേരിട്ടല്ലോ കുട്ടിച്ചൻ. അവൻ വഞ്ചകനാണ്, കഠോര ഹൃദയനാണ്. അവൻ അങ്ങയുടെ തന്നെ പുത്രനാണോ പിതാവേ? എനിക്കൊരു സംശയം. മക്കൾ ഉണ്ടാവുന്നെങ്കിൽ ഇങ്ങനെ ഉണ്ടാവണം. എന്തൊരു സാമ്യം, പേരില് സാമ്യം. ചാർലി, ചാക്കോ, ചാക്കോ, ചാർലി, ചാ 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 ചാക്കോ ചാ ചാക്കോ ചാ. സ്തോത്രം ചാക്കോ ചാ ചാക്കോ ചാ. സ്തോത്രം എന്റെ പൊന്നു പിതാവ് ചാക്കോ ചാ. സ്തോത്രം എന്റെ ഒറ്റ പിതാവ് ചാക്കോ ചാ. സ്തോത്രം. അച്ചായേ, ഒരു കാര്യം മറ്റേ പണി കാണിക്കരുത്. കൈ ചൂണ്ടാകടാ മോനെ. നീ 4-ാം പ്രമാണം ലംഘിക്കുന്നു. നല്ല പ്രായത്തോളം ഭൂമിയിലിരിപ്പാനായി മാതാപിതാക്കളെ ബഹുമാനിക്കണം. ഒന്ന് പോന്നടാ. പിന്നെ അച്ചായെ പേടിപ്പിക്കാൻ പോകുന്നുണ്ടോ? 10 അച്ഛന്മാരെ വിളിച്ച് തലങ്ങനെ വിലങ്ങനെ നിർത്തി ഞാൻ ഒപ്പീസ് ചൊല്ലിക്കേ. ഒപ്പീസ് രക്ഷിക്കാടാ. ഓയ് മഴയുണ്ണി ക്ഷണഭങ്കുരമോ ലോകവും അതിലെ ജളികാശകളും. അയ്യോ, എന്റെ അച്ചായി പുണ്യാളനായ സെയിന്റ് ചാക്കോ. നീ അങ്ങ് മുട്ടനായല്ലോടാ. ഞാൻ അച്ചായിയുടെ മോനല്ലേ. എന്താ നോക്കുന്നേ? അയ്യേ, അവിടെ നിന്നും തുപ്പല്ലേ. അച്ചായി പെട്ടി കിടന്ന് മുറുക്കുന്നുണ്ട്. അയ്യേ, അച്ചായി ചെറിയലൊക്കെ ആക്കി. ഹലോ, ഉണ്ടോ? ഹലോ, അല്ലേ? അതെ, ഞാൻ ഏലിയാസാ, ന്യൂയോർക്കിന്ന്. ഏലിയാസാണോ? താൻ നല്ല ഫോമിലാണല്ലോ മച്ചമ്പി. എടോ, സാറേ അടുത്തുണ്ടോ? ഉണ്ട്. എന്താ? സാറേട് ഇപ്പൊ പറയണ്ട. എന്താ അല്ല, എന്താ കാര്യം? നമ്മുടെ രവിയേട്ടൻ ഫാമിലി സഞ്ചരിച്ചിരുന്ന കാറ് ഒന്ന് ആക്സിഡന്റ് ആയി. ഓ മൈ ഗോഡ്. എന്നിട്ട്
എന്നിട്ട് രവിക്ക് എന്തെങ്കിലും സംഭവിച്ചോ? എല്ലാവരും ഹോസ്പിറ്റലാണ്. രവിയുടെ കണ്ടീഷൻ വളരെ ക്രിട്ടിക്കലാണ്. ഹലോ, എന്റെ രവിയേട്ടന് എന്ത് പറ്റി? പറയൂ ഏലിയാസ്, എന്തെങ്കിലും സംഭവിച്ചോ? പറയൂ. രവിയൊന്നും സംഭവിച്ചിട്ടില്ല. ധൈര്യമായിരിക്കും. ഹലോ, ആ ജെയിംസ് ആണ്. ഹലോ, ഞങ്ങളിപ്പോ എന്താ ചെയ്യേണ്ടത്? പിന്നെ ജെയിംസേ, നാളെ രാത്രി 8 മണിക്ക് ബ്രിട്ടീഷ് എയർവേസ് ഇവിടുത്തെ ഹോസ്പിറ്റലിൽ നിന്ന് നേരിട്ട് മദ്രാസിലുള്ള അമേരിക്കൻ കോൺസുലേറ്റിലേക്ക് ഫാക്സ് കൊടുത്തിട്ടുണ്ട്. സോ എമർജൻസി വിസ ഉടനെ തന്നെ അടിച്ചു കിട്ടും. രാവിലെ 7 മണിക്കാണ് മധുരയിൽ നിന്ന് മദ്രാസിലേക്കുള്ള ഫ്ലൈറ്റ്. ഹലോ, ഹലോ ജെയിംസേ, നാളെ പുറപ്പെടില്ലേ? യെസ്. ഹലോ, എനിക്ക് എന്റെ രവിയേട്ടനെ കാണണം. കുട്ടിച്ച, നമുക്കിപ്പൊ തന്നെ പോണോ? എല്ലാം ഇട്ടെറിഞ്ഞിട്ട് ഇറങ്ങി പോകാൻ പറ്റുമോ? ആരെങ്കിലും വീട് ഏൽപ്പിക്കണ്ടേ? എന്റെ ജെയിംസ് കുട്ടി, ഞങ്ങള് രാവിലെ ഇച്ചായനും കൊണ്ട് വെല്ലൂർക്ക് പോവാ. ഡോക്ടർ പയ്യോടെ അപ്പോയിന്റ്മെന്റാ. എങ്ങനെയാ അത്? ഓ, എന്നാ പിന്നെ സാരമില്ല അമ്മായി, ഞങ്ങൾ എങ്ങനെയാലും മാനേജ് ചെയ്തോളാം. എന്തായി? അവർക്ക് പറ്റിയായിരുന്നു. രമേശിനെ ഒന്ന് വിളിച്ചു നോക്ക്. നമ്പർ പറ. 2837. ഇങ്ങനെ ലോകം മുഴുവൻ വിളിച്ചോണ്ടിരുന്ന പോക്ക് നടക്കുന്നില്ല, ഞാൻ പറഞ്ഞേക്കാം. ഓ, അവിടെ ആരുമില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യാനാ? പിള്ളേർ കൂടെ കൊണ്ടുപോയാലോ? നടക്കുന്ന കാര്യമല്ലോ പറ സാറാമേ. ഈ ലാസ്റ്റ് ഓമിന് പിള്ളേരെ കിട്ടിയപ്പോഴേക്കൊന്നും പോകാൻ പറ്റില്ല. എനിക്കറിയത്തില്ല എന്റെ ദൈവമേ, ഇനിയിപ്പോ ഈ രാത്രിയില് ആരെ കിട്ടാനാ? ആ, ചാർലി ഒന്ന് വിളിച്ചു നോക്കാം. വേണ്ട, അത് ശരിയാവില്ല. അതെന്താ ശരിയാവാത്തെ? ശരിയാവില്ല. ഒരു വീട്ടില് താമസിപ്പിക്കാൻ പറ്റിയ ആളല്ല. ഇപ്പോഴെങ്കിലും നിന്റെ കടുപ്പിടുത്തം ഒന്ന് കള. അത് കളയണമെങ്കിൽ ഞാൻ എന്റെ റോസയെ മറക്കണം. ശവക്കുഴി മാന്തിക്കോ? അതിന് പറ്റിയ സമയമാണല്ലോ. നമുക്കൊരു കാര്യം ചെയ്യാം, മറിയെ മാത്രം കൊണ്ടുപോവാം. മറ്റു രണ്ടുപേരും ആവുമ്പോ ആയമ്മ നോക്കിയാലും മതിയല്ലോ. ആയമ്മ നോക്കി. എന്റെ പൊന്നു കർത്താവേ, എന്നെ ഏൽപ്പിക്കണ്ടേ? ആ ചെറുക്കനൊരുത്തനെ നോക്കാൻ ഒരു 10 പോലീസുകാരെങ്കിലും വേണം. എന്നാ അവനെ നമുക്ക് കൊണ്ടുപോവാം.